ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പായിരിക്കും. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശനും വലിയ തിരിച്ചടി ലഭിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് 2019 രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷം ഞങ്ങൾക്ക് കിട്ടുമെന്നാണ്. പക്ഷേ കോൺഗ്രസ് കേന്ദ്രങ്ങളിലെ വിലയിരുത്തലുകൾ UDFിൻ്റെ ജനപിന്തുണ വയനാട്ടിലടക്കം കുറയുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ്. മൂന്നാം ബദലിന് വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. പിണറായി വിജയനെ നേരിടാൻ ഇനി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള UDFിന് കഴിയില്ല. അത് NDAക്ക് മാത്രമായിരിക്കും സാധിക്കുക എന്നുള്ള കൃത്യമായ സന്ദേശം ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട്. ചേലക്കരയിലെ വോട്ടെണ്ണുമ്പോൾ, പാലക്കാട്ടെ വോട്ടെണ്ണുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായി ബോധ്യമാകും. UDF അപ്രസക്തമാവും ഈ തെരഞ്ഞെടുപ്പിൽ. പാലക്കാടും ചേലക്കരയിലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ LDFിനെ നേരിടാൻ ജനങ്ങളുടെ പ്രതിപക്ഷമായി NDA ആയിരിക്കും, UDF ആയിരിക്കില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമായിട്ട് വരാൻ പോകുന്നത്. EP ജയരാജനെ ഭയപ്പെടുത്തി വരുതിയിലാക്കാൻ CPM ശ്രമിക്കുന്നുണ്ടാവും. EP ജയരാജന്റെ ആത്മകഥ പാർട്ടി എങ്ങനെയാണ് വിലയിരുത്തുന്നത് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു ആത്മകഥ ഉണ്ടായിരുന്നു. DC ബുക്സുമായിട്ട് അത് പ്രകാശനം ചെയ്യാൻ തിരഞ്ഞെടുത്തു. അതെല്ലാം ശരിയാണ്. പക്ഷേ ഇന്നലെ ഇത് പുറത്തു വന്നത്, ആത്മകഥയിലെ പരാമർശങ്ങൾ ഇന്നലെ പുറത്തു വന്നത് വി.ഡി. സതീശന്റെ കൂടി ഉപദേശത്തിന്റെ ഭാഗമായിരിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആത്മകഥയിലെ പല ഭാഗങ്ങളും ഇന്നലെ പുറത്തു വന്നത് ആ ദിവസം തന്നെ, ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ആത്മകഥയിലെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് സതീശന്റെ കൈ സംശയിക്കാവുന്നതാണ്. പക്ഷേ ആത്മകഥയിൽ പറയുന്ന പല കാര്യങ്ങളും നിഷേധിക്കാൻ, അതിൻ്റെ ഉള്ളടക്കം, അകക്കാമ്പ് നിഷേധിക്കാൻ EP-ക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, EP ജയരാജൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറഞ്ഞ വിവാദപരമായ പരാമർശങ്ങൾ വയനാട്ടിലും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പുറത്തുവിട്ടതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്നാണ് ശരിയായി മനസ്സിലാക്കേണ്ടത്. അതിന് പിന്നിൽ വി.ഡി. സതീശന്റെ ബുദ്ധി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ല, ഈ ആത്മകഥ കൊണ്ടൊന്നും അല്ലല്ലോ ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ തെരഞ്ഞെടുപ്പുകൾ മൊത്തത്തിൽ, ഈ 3 ഉപതെരഞ്ഞെടുപ്പുകൾ മൊത്തത്തിൽ BJPക്കും NDAക്കും ഗുണകരമാവുന്ന തെരഞ്ഞെടുപ്പാണ്. അല്ല, അതെനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ മാധ്യമങ്ങളുമായിട്ടാണോ അതല്ല EP-യുമായിട്ടാണോ എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങൾ പുറത്തു വരേണ്ടതാണ്. DC ബുക്സുമായിട്ടാണോ അതല്ല നിങ്ങൾ പത്രമാധ്യമങ്ങളുമായിട്ടാണോ പിന്നെ EP ജയരാജനുമായിട്ട് തന്നെയാണോ അതൊന്നും എനിക്കിപ്പോൾ അത് പറയാൻ ഞാനൊരു ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥനല്ല. പക്ഷേ ഇന്നലെ ആ പരാമർശങ്ങൾ പുറത്തു വന്നതിന് പിന്നിൽ, ആ ദിവസം തന്നെ പുറത്തു വന്നതിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ല, അങ്ങനെയല്ല. സാധാരണ ഒരു പുസ്തക പ്രകാശനം വരുമ്പോൾ ആ പുസ്തക പ്രകാശനം നടത്തുന്ന കമ്പനിയോ അതല്ലെങ്കിൽ പുസ്തകം എഴുതിയ ആളോ ഒഫീഷ്യലായിട്ട് അവരുടെ പരസ്യങ്ങൾ പുറത്തുവിടാറുണ്ട്. ഈ വിഷയത്തിൽ നാം കണ്ടത് അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാൻ വി.ഡി. സതീശന്റെ തിരക്കഥ ഇതിലുണ്ടോ എന്ന് സംശയിക്കുന്നത്. കാരണം നേരത്തെ ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെ, ഉടൻ പുറത്തു വരുമെന്നുള്ളൊരു പോസ്റ്റ് മാത്രമാണ് ഇട്ടത്. പിന്നീട് അത് ടൈംസ് ഓഫ് ഇന്ത്യയിലോ മറ്റോ ഏതൊരു പത്രത്തിലാണ് ആദ്യമായിട്ട് വിശദാംശങ്ങൾ വരുന്നത്. എന്താ ഇത്ര അത്ഭുതം? പലർക്കും ഒന്നുമില്ല.
നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഈ പണി ചെയ്യുന്നുണ്ട്. AKG സെൻറ്ററിലാണ് കണ്ണൂരിലെയും തൃശ്ശൂരിലെയും ഒക്കെ പല CPM നേതാക്കൾക്കും വോട്ട്. ഇത്ര വലിയ ആനക്കാര്യമായിട്ട് നിങ്ങൾ വാർത്ത കൊടുക്കുന്നത് കണ്ടാൽ വിചാരിക്കും. BJP ജില്ലാ പ്രസിഡന്റിന് പാലക്കാട് പാർട്ടി ഓഫീസിൽ വോട്ട്. MP ഗോവിന്ദൻ അവിടെ വോട്ട് അല്ല, MP ഗോവിന്ദനല്ല, പല മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ താമസിക്കുന്നത്, അവർ വോട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. വലിയ കാര്യമൊന്നുമല്ല. ഇല്ല, 2 ID കാർഡ് അവിടെ വോട്ടില്ലല്ലോ. അല്ല, ഒരു സ്ഥലത്ത് വോട്ട് ചേർത്താൽ, ഇപ്പം ഞാൻ നേരത്തെ എൻ്റെ സ്വന്തം സ്ഥലമായ ഉള്ളിയേരിയിൽ നിന്ന് കാസർഗോഡ് വോട്ട് ചേർത്തിരുന്നു, ഞാൻ മഞ്ചേശ്വരത്ത് മത്സരിക്കുന്ന കാലത്ത്. അപ്പോൾ എൻ്റെ വോട്ട് വെട്ടേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, 2 വോട്ടുണ്ടത്, ഞാനല്ല. അതിലൊന്നും ഒരു അർത്ഥമില്ല. ഇത് നേരത്തെ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചത് വോട്ടുകൾ വേറെ സ്ഥലത്തുനിന്ന് ചേർത്തിട്ടാണ്, പൂരം കലക്കിയിട്ടാണ്. നിങ്ങൾ വഴി കണ്ടുപിടിക്കുകയാണ്. 23-ാം തീയതി പറയാനുള്ള കാര്യമാണ്, ഇന്നേ പറയേണ്ടിയിരുന്നില്ല കേട്ടോ. 23-ാം തീയതി പൂരം കലക്കിയത് പറയാനുള്ളത് എന്തെങ്കിലും ഒന്ന് പറയാൻ ബാക്കി വെക്കണമായിരുന്നു, ഇന്നേ പറയേണ്ടിയിരുന്നില്ല. അതല്ലെങ്കിൽ 23-ാം തീയതി ആവർത്തിക്കാനാണ് തീരുമാനം.